വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് കട്ടൻ ചായ. അപ്പൊ ഇന്ന് നമ്മള് പൂനസ്വര തേർഡ് പാർട്ടാട്ടോ. നമ്മുടെ പാലുവിന്റെ പൂനസ്നി ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചലഞ്ച് ഒന്നും നടക്കൂല. അപ്പൊ നമുക്ക് ഇതന്നെ അങ്ങോട്ട് തീർത്തേക്കാം. അപ്പൊ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നീ അറിയാലോ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസേക്കും ചെയ്തു. ഓക്കെ, മൈ ബർത്ത് പ്ലേസ് ആൻഡ് ഹോസ്പിറ്റൽ. നിനക്കറിയോ? എനിക്ക് സിനിമ അറിവ് കൂടുതലാ. ബോഡി നീ കളവശ്ശേരി കൊഞ്ചേരിയാണ്. സത്യത്തിൽ എനിക്കറിയുന്നത് തുള്ളി പോലെ ഓർമ്മയില്ലടി. 3 വർഷമായിട്ട് തന്നെ പറഞ്ഞു നടക്കേ. സമയം മതിട്ടാ. അയ്യോ പറയല്ലേ, നിക്കൊരു മിനിറ്റ്. അയ്യോ കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോൾ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞോളൂ. പുനസ്മില് പറഞ്ഞല്ലോ. എനിക്ക് പറഞ്ഞു കൂടുതൽ. പോട്ടെ, ഒന്നാമത്തേക്കില്ല. എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്. എനിക്ക് ഏത് ടൈപ്പ് ഡാൻസ് കളിക്കാൻ ഇഷ്ടം. എനിക്ക് ഒരു ക്ലാസിക്കാണ്. നമ്മള് മോസ്റ്റ് ഓഫ് അവളുടെ ഒരു മെയ് വഴക്കം ആ സാധനം അറിഞ്ഞാണല്ലോ. ഡേറ്റ് ഓഫ് ബർത്ത്. എന്റെ അനിയത്തിയുടെ സെയിം ഡേറ്റാ. അല്ലേ? എന്റെ അനിയത്തിയുടെ സെയിം ഡേറ്റ് 3 ഇയറും കറക്റ്റാ. എഴുതിയില്ലേ? 4 എഴുതി. എന്റെ ഇരുത്തി എഴുതിയ 1. എനിക്ക് ഇടാൻ ഇഷ്ടമുള്ള ടൈപ്പ് ഡ്രസ് ട്രഡീഷണൽ ആണോ മോഡേൺ ആണോ? രണ്ടൂടൂല. ഇഷ്ടമുള്ളത് ഏതാണെന്നൊന്നും വേണ്ടില്ല. ട്രഡീഷണൽ ആണോ മോഡേൺ? കംഫർട്ട് അല്ലല്ലോ നീ ഉദ്ദേശിച്ചത്, ഇഷ്ടമല്ലേ? ട്രഡീഷണൽ. ഒരു കാർ പേഴ്സൺ ആണോ ബൈക്ക് പേഴ്സൺ ആണോ? ബൈക്ക്. കാറല്ലേ? ഇവള് ഏത് നേരവും പിയും എന്ന് പറഞ്ഞെടുക്കണ അവളാണിത്. ബൈക്കാണ്. അവള് ട്രാവൽ. ഇവള് ട്രാവൽ എന്ന് പറഞ്ഞ കാറും ബൈക്കൊക്കെ പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റൂല. എന്ത് കഷ്ടത്. 6ാമത്തെ ക്വസ്റ്റ്യൻ. എനിക്ക് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം, പുറത്തു പോകാനാണ് ഇഷ്ടം? പുറത്തു പോകാൻ പക്ഷെ അവളെ വിടില്ല എന്നുള്ളൂ. ഞാനാണ് കൂടുതലും പുറത്ത് തെരഞ്ഞു നടക്കുന്ന കുട്ടി. 7ാമത്തെ ക്വസ്റ്റ്യൻ. എന്റെ ഫുൾ നെയിം കറക്റ്റ് ആയിട്ട് എഴുതും. ഫുൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഫുൾ നെയിം അത്രേ ഉള്ളൂ. എന്തോ അതില് വശപ്പശി കണ്ടല്ലെങ്കിൽ അവൾ അങ്ങനെ ഡയലോഗ് അടിക്കൂല. ഞാൻ എന്തെങ്കിലും ഐസ്ക്രീം ഫ്ലേവർ. അയ്യോ കോമഡി എനിക്കറിയാൻ പാടില്ല ഇത്, എന്നാലും ഞാനൊരു ഊഹത്തിന് എഴുതാൻ. ഇതിലേതെങ്കിലും ഒന്നാ? ചോക്ലേറ്റ് ആണല്ലേ? ഞാൻ ചോക്ലേറ്റ് എഴുതണോന്ന് ആലോചിച്ചായിരുന്നു. ഡ്രസ് സൈസ്. ഡ്രസ് സൈസോ ഏത്? മീഡിയം? അത് എക്സൽ? 10ാമത്തെ ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ആക്ടർ. ആക്ടറാ? അങ്ങനെ ഒരാളൊക്കെ ഉണ്ടോ നിനക്ക്? അതൊക്കെയുണ്ട്. എനിക്കറിയില്ല. പുതിയതാണോ പഴയതാണോ മിഡിലാണോ? ഏകദേശം അത് പഴയതിലുണ്ട്, മിഡിലുണ്ട്, പുതിയതിലുണ്ട്, എല്ലാത്തിലും. എടി അങ്ങനെയല്ല, പഴയ അതാണ് ഉദ്ദേശിച്ചത്. അതായത് ഈ സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ ആ റേഞ്ച് ആണോ? ടോവിനോ റേഞ്ച് ആണോ? എനിക്കറിയില്ല, എന്നാലും ഒരെണ്ണം ഞാൻ എഴുതി.
ഓ മോഹൻലാൽ. ഫേവറേറ്റ് കളർ ആ മൂഞ്ചല്. ഫേവറേറ്റ് കളർ നീ എഴുതിയാ എഴുതി. ഫേവറേറ്റ് കളർ മോസ്റ്റ് ഓഫ് പീപ്പിൾസിനും അതായിരിക്കും ഇഷ്ടം. ലേഡീസ് കളറാണോ? അങ്ങനൊന്നുമില്ല, ലേഡീസ് അങ്ങനെയൊന്നുമില്ല. മോസ്റ്റ് ഓഫ് പീപ്പിൾസ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെയല്ലേ നമ്മ ഈ പിങ്ക് ഒക്കെ ലേഡീസ് കളറായിട്ട് കൂട്ടൂലേ? ആ ബ്ലൂ ഒക്കെ ജെന്റ്സ് ജെന്റ്സ് കളറായിട്ട് കൂട്ടൂലേ? അങ്ങനെ കോമൺ കളറാണ്, അങ്ങനെയൊന്നുമില്ല. റെഡ് അല്ല, ബ്ലാക്ക്. മാർക്കില്ല ഇല്ല. ഫേവറേറ്റ് ഫുഡ് 12ാം ക്ലാസ്. ഫേവറേറ്റ് ഫുഡ് എന്ത്? ജങ്ക് ഫുഡാണോ കൂടി? അല്ല, ജങ്ക് ഫുഡ് കഴിക്കുമില്ല, അതല്ല ശ്രദ്ധിക്കല്ല. ജങ്ക് ഫുഡിൽ മന്തിയൊക്കെ പെടൂട്ടാ. ഞാൻ എഴുതി കഴിഞ്ഞില്ലാട്ടാ. സദ്യ. നമ്മള് സദ്യ അഡിക്റ്റ് ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. എന്റെ ഹോബി എന്താ? ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം. ഹോബി പറയലുണ്ടോ? എല്ലാ ഹോബിയായിട്ട് വരൂടി മന്ദബുദ്ധി. അങ്ങനെ റീൽസ് ഒന്നും എഴുതിയോ? റീൽസ് ഒന്നും ഹോബിയായിട്ട് വരൂല. നമ്മൾ നോർമലി ആക്ടിവിറ്റീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഹോബിയിൽ പെടുന്നത്. ഡാൻസ് ആണോ? പൊതുവെ ഉള്ള ഡാൻസ് അല്ലേ കളിക്കാറ്. ചപ്പൽ സൈസ്. അങ്ങനെ അതായത് ഒറ്റ സംഖ്യയാണോ അതോ ഇരട്ട സംഖ്യയാണോ? ഒറ്റ സംഖ്യ. 7 or 8. കാരണം എന്റെ കറക്കി കുത്തിയതോ? എന്റെ അപ്പൊ ഞാൻ ഏകദേശം കാലൊക്കെ അളവെടുത്ത്. ഞാൻ മൗണ്ടൻ പേഴ്സൺ ആണോ ബീച്ച് പേഴ്സൺ? എഴുതാൻ എനിക്ക് പേടിയാണ്. വലിയ പറയടേ നീനാ കുറച്ചു. ബീച്ചെന്ന് വെച്ചാൽ മൗണ്ടൈൻ ഒക്കെ ശ്വാസം മുട്ടുള്ള മൗണ്ടൈൻ അധികം കുറവായിരിക്കും. ഫേവറേറ്റ് മൂവി 16ാം ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് മൂവിയാണ് പുതിയതാണോ പഴയതാണ്? പുതിയത്. ഫേവറേറ്റ് മൂവി ഒന്നും എനിക്ക് അറിയില്ല. ഇംഗ്ലീഷാണ്? മലയാളം ഉണ്ടെങ്കിൽ തമിഴോ? മലയാളം. തമിഴ് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയാം. ഷോർട്ട് ഫിലിം ഒന്നല്ലല്ലോ. തമിഴ് എന്തോരം കാണുന്നത്? ഷോർട്ട് ഫിലിം ഒന്നുമില്ല. എനിക്കറിയാൻ പാടില്ല. എന്നാൽ ഞാനൊരു പടം പുതിയത് എഴുതി വയ്ക്കാൻ. ഏതെങ്കിലും എഴുതി. ഞാൻ പുതിയ പടം ഞാൻ എഴുതി വെച്ചു. എനിക്ക് സത്യമേ ഓർമ്മയില്ല ഒന്നും. ലേറ്റസ്റ്റ് മൂവി ഞാൻ കണ്ടത് എഴുതി വെക്കാൻ പറ്റും എനിക്ക്. ഏതെങ്കിലും എഴുതി. ഇപ്പൊ നമ്മള് കണ്ടത് നമുക്കറിയാവോ? അതൊക്കെ എഴുതണം. എന്താന്ന് ഞങ്ങൾക്ക് അറിയാൻ കൂടി ഇല്ല. അതുകൊണ്ട് നീ മൈൻഡ് ചെയ്യണ്ട. പരിമളാനിക്കോ എനിക്കറിയാം. നീ കണ്ടിട്ടില്ല? ഞാൻ ഇന്നലെ കണ്ടു തീർത്തുള്ളൂ. പറ. എനിക്ക് മായാനദി ഇഷ്ടം. പുതിയ വീട്ടിലല്ലേ ഞാൻ. പക്ഷെ മായാനദിയിലേട്ടൊന്നും എത്തിയില്ലാട്ടാ. നമ്മള് പുതിയെന്ന് പറയുമ്പോ നമ്മള് പുതിയതല്ലേ ആലോചിക്കൂ. മൈ ഫേവറേറ്റ് നിക്നെയിം ഓർമ്മ എഴുതാ. പക്ഷേ എനിക്ക് നിക്നെയിം അറിയുള്ളൂ. ഇത് വേറെ. പാറു. മൈ വേ.
ഞാൻ 40. എന്റെ ലൈറ്റേടെ ഏതാ പറഞ്ഞ നല്ല ഏകദേശം 39. അല്ല 65. നീ 65 എപ്പായി? ഞാൻ ഇന്നലെ മിനിയാൻ നോക്കിയുള്ളൂ. നീ വെയിറ്റ് കുറഞ്ഞു മാറൂ. വെയിറ്റ് കുറഞ്ഞി വെയിറ്റ് കൂടി. എനിക്ക് 64 ഉണ്ടാവുള്ളൂ, 65 എനിക്ക്. ക്ഷീണിച്ചു പോയില്ലായിരുന്നാ? ആ എനിക്കതിനോട് ഞാൻ 62 ഉള്ളൂ. ഇവളൊന്ന് ബൊമ്മായി. 19 എനിക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ്. അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത എനിക്കറിയോ. അപ്പൊ നമുക്ക് നമ്മുടെ നീ പറയാറുണ്ടോ? ജ്യൂസ് അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ നോക്കതിന് ഞാൻ ഒറ്റ ബാക്കി പറയും ഗ്രേപ്പ് ജ്യൂസ് ആണ്. എനിക്കിഷ്ടം. Okay. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്. അടച്ചേക്കടി. അത് നീ എഴുതി കഴിഞ്ഞില്ലേ? ഇല്ല. അശു My favorite app. Favorite. Use ചെയ്യുന്നതൊക്കെ തന്നെ. റീലാ കാണാറുള്ളൂ. ബുക്ക് വായന അങ്ങനത്തെ സ്വഭാവമൊന്നും. അതെനിക്കാണ്. Who is the most important person in your life? നമ്മളെന്തെങ്കിലും ആഗ്രഹിക്കുന്ന ഈ സാധനങ്ങളൊക്കെ എനിക്കറിയാൻ പാടില്ലാട്ടാ. അമ്മ എന്താ 3 things that upset me. സെറ്റ് മീ. ഞാൻ പെട്ടെന്ന് Upset upset ആവണ 3 കാര്യം. ഈ മൂച്ചിപ്പണക്കൊക്കെ എഴുതാൻ പറ്റും. എനിക്ക് എന്താ ചെയ്താ എനിക്ക് പെട്ടെന്ന് upset ആവും. എടി പയ്യെ വായിക്കടി വാഴേ. ദേഷ്യം മഴപ്പുറയിൽ ഒറ്റപ്പെടുന്നു. ഞാൻ പറയട്ടെ, എക്സാമിനോ ആർക്കറിയാം. അമ്മ ഉടക്കുമ്പോ പിന്നെ ഗെയിമില് വെട്ടപ്പോ. ആക്ച്വലി ഇതൊക്കെ എക്സാക്ട് ആണ്. എക്സാമിന് ഒരു ഗെയിം കളിച്ചിട്ട് അങ്ങ് പെട്ടിക്കഴിഞ്ഞാടല്ലോ. മറ്റേ ചെയിൻ റിയാക്ഷൻ നിങ്ങൾ കളിച്ചോ? ശരി. കളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആവുന്ന കാര്യങ്ങളാ. എന്നോട് ഒരാളെ ദേഷ്യപ്പെടുമ്പോഴും വഴക്ക് പറയുമ്പോഴും വഴക്കിടുമ്പോഴും ഒന്ന് തൊട്ടാ മതി അവളിപ്പോ. പിന്നെ ഒറ്റപ്പെടല് എനിക്ക് മിക്കപ്പോഴും തോന്നാറ്. അപ്പൊ ഞാനാ നിന്റെ എക്സാമിന്റെ ഓക്കെ, എക്സാമും അമ്മയുടെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഫേവറേറ്റ് ഹോളി ഹോളിഡേ. ഹോളിഡേയാ? ഹോളിഡേ ഹോളിഡേ മൈ ഫേവറേറ്റ് ഹോളിഡേ. ഹോളിഡേ മീൻസ് ശരി അവധി. അങ്ങനെയല്ല, അവധിയാണ്. എന്റെ എന്റെ മോനെ ഓണം എന്ന് പറയുമ്പോ നമ്മ സാരിയെ കൊടുത്ത് സദ്യ കഴിക്കാൻ. സദ്യ അതാണ് മെയിൻ അല്ലേ. ഓ അവളുടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്.
ചോറിനകത്ത് പായസം ഒഴിച്ച് അല്ല പായസത്തിനകത്ത് ചോറിട്ട് കഴിക്കുക. ചോറ്. ആ ശരിയാ ശരിയാ. 25. മൈ ഡ്രീം ജോബ്. ഡ്രീം ജോബ്. യൂട്യൂബറാണോ? അത് നീയാടി ഉണ്ടക്കണ്ണി. നമ്മൾ അതിനു വേണ്ടി ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇപ്പൊ പോയി ഒരു മാസം അവിടെ അതാണോ? IT field. ഫീൽഡ്. പിന്നെ IT ഫീൽഡാ. IT field എന്തുട്ടാ? ഞാൻ engineering നമ്മടെ- സാധനങ്ങളുടെ ഞാൻ നമ്മുടെ ഇത് റിലേറ്റ് ചെയ്തിട്ട് എഴുതിയതാണ്. വാട്ട് ഈസ് മൈ ലവ് ലാംഗ്വേജ്? നിങ്ങളോട്. ലവ് ലാംഗ്വേജാ? എനിക്ക് ലവ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ അസുന് എപ്പോഴും കിട്ടാറുണ്ട്. കടിക്കും. ചില്ലറ കടിയൊന്നുമില്ല, പക്ഷെ അതിനായിട്ട് ഞാനും കൊടുക്കും. എന്നെ കടിക്കാൻ വരും, ഞാൻ എനിക്ക് തിരിച്ച് മാന്തും. എനിക്ക് അലർജിക് ആയിട്ടുള്ള ഫുഡ്. സിമ്പിൾ. ഇന്ന് ഞങ്ങക്ക് ഫുഡ് കൊടുത്തില്ല. ഞാൻ കോളിംഗ് പേഴ്സൺ ആണോ ടെക്സ്റ്റിംഗ് പേഴ്സൺ? ഓ ചോദിക്കാനുണ്ടോ മുത്തേ? കോളാണ് വെറുപ്പിക്കും വിളിച്ച് വിളിച്ച്. ഐ എം മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ? നേരത്തെ കിടന്ന് ഉറങ്ങല്ലോ. പക്ഷെ എനിക്ക് ഞാൻ നേരത്തെ അവിടെ എനിക്ക് നൈറ്റ് ഇഷ്ടം. എനിക്ക് പോണോന്നില്ല, എണീറ്റിരിക്കണവരാണ് നൈറ്റ് പേഴ്സൺ. പക്ഷെ എനിക്ക് നൈറ്റ് ഇഷ്ടം. ഇഷ്ടല്ല. അല്ല എനിക്ക് നൈറ്റ് മീൻസ് അതാ എടി നീ നൈറ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. നൈറ്റ് പേഴ്സൺ ആണോ മോർണിംഗ് പേഴ്സൺ? മോർണിംഗ് പേഴ്സൺ ആ നീ. നീ നൈറ്റ് നേരത്തെ കിടന്ന് ഉറങ്ങൂലേ? നിനക്ക് ഇഷ്ടമില്ല നീ കിടന്ന് ഉറങ്ങൂലേ? അപ്പൊ നീ മോർണിംഗ് പേഴ്സൺ ആണ്. നീ മാറ്റി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10:30 സമയം ഉണ്ടെങ്കിൽ അവള് പോക്കാൻ പറ്റും. അതിനൊക്കെ ഞങ്ങളൊരു 2 മണി 3 മണി മണിയിലൊന്നും പോവാറില്ല. 2:30. 2 മണി 2:30. ഹൗ മെനി സിബ്ലിങ്സ് ഇൻ മൈ ലൈഫ്? എന്നിട്ട് ഹൗ മെനി സിബ്ലിങ്സ്? ഈ കുടുംബക്കാരെ നോക്കണ്ടല്ലോ. സിബ്ലിങ്സ് ഒരാളല്ലേ? ആ ഒരാള് ഒരാള്. ക്വസ്റ്റ്യൻ ഉണ്ട്. പേരും പറയണോ? ഇത് ശ്രീനന്ദേ. കക്കു. അതേ കക്കു. ഞങ്ങൾക്ക് അതറിയുള്ളൂ. ഞങ്ങക്ക് ആ വീട്ടിൽ വിളിക്കണ പേരൊക്കെ അറിയാം. കുട്ടിക്കോ? 1 2 3 4 5 6 7. അപ്പൊ നമ്മള് റൗണ്ട് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ മാർക്ക് 21, 22, 21 22 4 5 6 7 8 9 10 10 11 12 13 14 14 അതില്ല. 14 15 16 17 18 19 20 21 22 23. ഒരു മാർക്കൊക്കെ വിലപ്പെട്ടത് അസു. അസുന്റെ മൂടോയി. സാറില്ല. പക്ഷെ കഴിഞ്ഞ തയ്യായിരുന്നു. കഴിഞ്ഞ തവണ തയ്യായിരുന്നു. തവണ 7 മാർക്കല്ലേ. ഏകദേശം ഇവർക്ക് എന്നെ അറിയാലോ. പക്ഷെ ആൻസർ എഴുതിയത് സെയിം ആയിന്നാണ്. അങ്ങോട്ട് പക്ഷെ അവക്കാടോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അവക്കാടോ എനിക്കറിയായിരുന്നു. കാരണം നമ്മള് വീട്ടില് ചെന്ന അവക്കാടോ ഷേക്ക് മിക്കപ്പോഴും. ഒരു പ്രാവശ്യം തന്നത് കയ്പായി പോയി. അത് പച്ചയായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അവ ഏകദേശം അടുത്തടുത്താണ്. എന്നാലും ഒരു പറക്കണം.
അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ടിങ് ടിങ് ബെല്ലൈക്കൺ കമന്റ് ചെയ്യാ. പുതിയ Suggestions വീഡിയോ പറയാം. എന്തെങ്കിലും ചെയ്യാനും കമന്റ് ചെയ്യാം. അപ്പൊ പൂനോസ്മി പറ്റർ ഇവിടെ കഴിഞ്ഞു. അതെ. ഇനി വേറെ ഇല്ല. ആരെങ്കിലും വേറെ ആരെങ്കിലും ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ പിക്ക് ചെയ്ത് അസുവിന്റെ ഉമ്മാനെ ആരെങ്കിലും ഒക്കെ ആ, എന്റെ ഉമ്മ ഇപ്പൊ ഓടിക്കും. പാറുവിന്റെ അമ്മേനെ എന്റെ അമ്മേനെയൊക്കെ ഫ്രീ കിട്ടുമ്പോഴെപ്പോഴെങ്കിലൊക്കെ എന്റെ അമ്മ ആകെ ഞായറാഴ്ച മാത്രമേ ഫ്രീ ആവുള്ളൂ. ഞാനുണ്ടാവും. എന്റെ അമ്മേനെ ഞായറാഴ്ച മാത്രം ഫ്രീ ആവും. എന്നാലും ഞാനുണ്ടാവില്ല. അപ്പൊ നീ എടുക്കണ്ട അങ്ങനെ അതെ. ടീംസ് ഒരു കാര്യം ചെയ്യാം, പാറുവിനെ എഴുതിയിട്ട് പാറുവിന്റെ അമ്മേനെ ഇപ്പഴത്തെ ഞാൻ എഴുതിക്കാം. അമ്മ കൊറേ അവസാനം എനിക്ക് കാര്യം മാർക്ക് കുടിക്കണേ അടിച്ച് പുറത്താക്കണം. അവിടെ ഒരു തല്ല്. അപ്പൊ നമ്മുടെ വീഡിയോ 1 2 3 start.